ഈ ഡോറൊക്കെ തുറന്നിട്ട് ഇവള് തേടെ പോയി. ഇവളിതെന്താന്ന് കാണിക്കുന്നു? അമ്മ ഇവിടെ എന്തിനുള്ള പുറപ്പാടിത്? എന്തായാലും ഞാനിവിടെ നിൽക്കുന്ന കണ്ടിട്ടില്ല. എന്താണ് ചെയ്യാൻ പോണേന്ന് നോക്കട്ടെ. അതല്ലോ എന്നെ വില്ല ഞാൻ എന്താണ്? അങ്ങനെയല്ല, ഇപ്പൊ ഞാൻ വന്നിട്ട് 5-6 വർഷം. അങ്ങനെയല്ല, പോയിട്ട് ഇപ്പൊ എത്ര നേരം? ഞാനിപ്പോ വന്നതേ ഉള്ളൂ. വരികയും ചെയ്തു, കാണേണ്ടതൊക്കെ കാണുകയും ചെയ്തു. എന്തുകൊണ്ടെന്ന് അതിന് കാണാൻ മാത്രമായിട്ട് ഇവിടെ ഒന്നും നടന്നില്ലല്ലോ. പിന്നെ ഞാൻ എന്നെ കണ്ടെന്നൊക്കെ പറയുന്നത് ഒന്നും നടന്നില്ല. താനതിന് അടുത്തോട്ട് വരണേ, അവിടെ നിന്ന് പറഞ്ഞാൽ മതിയെന്നോ? അതിനിപ്പോ എന്താ, ഞാൻ എന്റെ വൈഫിന്റെ അടുത്തോട്ടല്ലേ വരുന്നത്. എന്താണ് വൈഫോ? ആരാടാ തന്റെ വൈഫ്? അത് കൊള്ളാം, നീയല്ലേ ഇന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞേ? അത് പിന്നെ ഞാനൊരു തമാശക്ക് പറഞ്ഞതാ, അല്ലാതെ. ഓഹോ, ഒരാളെ വൈഫ് എന്നൊക്കെ പറയുന്നതാണോ ഇത്ര വലിയ തമാശ? അത് അയാള് ആയിരിക്കത്തില്ല തന്റെ സെക്രട്ടറി എന്ന് പറഞ്ഞിട്ടാ ഞാനത് പറഞ്ഞത്. ഓ, അപ്പൊ എന്റെ സെക്രട്ടറി അല്ലാത്ത എല്ലാവരുടെ അടുത്തും നീ എന്റെ വൈഫ് എന്ന് പറഞ്ഞാ പറഞ്ഞിടക്ക? അങ്ങനെയല്ല, അയാൾ പെട്ടെന്ന് ചോദിച്ചപ്പോ ഞാൻ വൈഫ് എന്ന് പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. ശരി, നീ വൈഫ് എന്ന് പറഞ്ഞു. അല്ല, നീ പിന്നെ എന്തിനാ ഈ ചായം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു അവൻ്റെ അടുത്തെല്ലാം പറഞ്ഞല്ലോ? അത് പിന്നെ നിങ്ങൾ ക്രിസ്ത്യൻ അല്ലേ, അപ്പോൾ ഇച്ചായെന്നൊക്കെയല്ലേ വിളിക്കാം. പിന്നെ ഒരു ഒറിജിനാലിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ശരി, എങ്കിൽ ഞാൻ നിൻ്റെ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോ, പിന്നെ ശരിക്കും അങ്ങനെ ആവണം? എങ്ങനെ? എൻ്റെ വൈഫ് നിനക്കാവണം? അത് കൊള്ളാം. ഇങ്ങനെ ആവണോ ആവണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചെയ്യാൻ പറ്റിയ കാര്യമാണോ ഒരു ഭാര്യ എന്നൊക്കെ ഉള്ളത്? നീ ചോദിച്ച കാര്യം പറ, നിനക്ക് എൻ്റെ വൈഫ് ആവണം? വേണ്ട. വേണ്ടേ? അത് നിനക്ക് വേണ്ടാത്ത കാരണം നിങ്ങൾക്ക് വേറെ കാമുകയുണ്ടല്ലോ, പിന്നെ ഇപ്പം എന്തിനാ ഒരു ഭാര്യയുടെ ആവശ്യം? കാമുകയോ? ഏത് കാമുക? കാമുകയാണ്. ഇന്ന് രാവിലെ താനൊരു പെണ്ണിനെ വിളിച്ച്, എന്തായിരുന്നു പേര്? ജിയ. അവളേനെ. ഇനി ഒരു അക്ഷരം നീ അവളെ പറ്റി പറഞ്ഞ, നിന്റെ അടുത്തൊക്കെ പറയാൻ വന്ന എന്നെ വേണം പറയാൻ. കേറിപ്പൊടി. നിന്റെ അടുത്താ ഞാൻ പറഞ്ഞേ ഇവിടെ നിന്ന് കേറിപ്പോ. ഒരല്പം സ്വാതന്ത്ര്യം തന്നപ്പോ എന്തും പറയാനായോ നിനക്ക്? നിനക്ക് എവിടെയെങ്കിലുമൊക്കെ കിഴന്നീരെ പിടിച്ച് വീട്ടിൽ കൊണ്ടുവച്ചാ ഇങ്ങനെ സംഭവിക്കും. നിനക്ക് അവളെ പറ്റി പറയാൻ എന്ത് അധികാരം അടിയുള്ളേ? നീ എന്നെ നോക്കാൻ വന്നതാണെങ്കിൽ അത് മാത്രം നീ ചെയ്താൽ മതി. നിന്റെ അടുത്തൊക്കെ സംസാരിക്കാൻ നിന്നത് എന്റെ തെറ്റാ. ഇനി എന്റെ കൺമുമ്പിൽ കണ്ടുപോലും നിന്നെ ഞാൻ, കേട്ടല്ലോ? അങ്ങനെ പിന്നും കുറേ ദിവസം കടന്നുപോയി. ഈ ദിവസം ഒന്നും ജെക്കി കാത്തൂൻ്റെ അടുത്ത് ഒന്നും മിണ്ടിയില്ല. അവളുടെ അടുത്ത് ഒന്നും സംസാരിക്കാതെ അവയിരുന്നു. അങ്ങനെ ഒരു ദിവസം
നാട്ടിൽ നിന്ന് പോരായിരുന്നു. മോളെ കാത്തു, നീ ഇതെന്തുവാ ഇറങ്ങുന്നില്ലേ? ഇപ്പഴും ഇറങ്ങിയാലേ വിമാനത്തിൽ പോകാൻ പറ്റത്തുള്ളൂ. ഒന്ന് പെട്ടെന്ന് ഇറങ്ങിയേ. ഇത് താമസിച്ചു. അച്ഛൻ ഞാൻ ഇറങ്ങാ. എന്താ ഇപ്പൊ സമാധാനായാലോ? ഞാൻ ഇറങ്ങിയപ്പോഴേ ഞാൻ പിന്നെ ഒന്ന് അമ്മനെ കണ്ടിട്ട് പറഞ്ഞിട്ട് വരാന്ന് വിചാരിച്ചു. അതുകൊണ്ട് അങ്ങോട്ട് പോയിക്കായിരുന്നു. അതിനിപ്പോ നീ അങ്ങ് പോയി പറയേണ്ട ആവശ്യമുണ്ടോ? അവൾ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഇല്ല. പിന്നെ അങ്ങ് പോയി അവരെയൊക്കെ കണ്ടു കഴിയുമ്പോ അച്ഛനങ്ങ് മറന്നാളയില്ലേ? കേട്ടല്ലോ. എന്താ അച്ഛൻ പറയണേ? എൻ്റെ അച്ഛനെ ഞാൻ മറക്കാനോ? എനിക്ക് അങ്ങനെ പറ്റുമെന്ന് തോന്നണം. അതിനി അച്ഛനെ അറിയത്തില്ലേ എൻ്റെ കാത്തൂനെ എന്നെ മറക്കാൻ പറ്റത്തില്ല എന്ന്? പിന്നെ ഇവിടുത്തെ പോലെ ഈ കൊടുത്തക്കേടൊന്നും അവിടെ വേണ്ട. അവിടെ ഉള്ളവരെല്ലാവരും വലിയ വലിയ ആൾക്കാരാണ്. മോൾ അവിടെ ചെന്നിട്ട് അവർക്ക് ശല്യമാവുന്ന രീതിയിലൊന്നും ചെയ്യരുത്, കേട്ടല്ലോ. ഇവിടെ ഉള്ളവരെ പോലെ അവർക്ക് അതൊന്നും അങ്ങനെ കാണാനൊന്നും പറ്റത്തില്ല, കേട്ടോ. പിന്നെ ഞാനും ഡോക്ടർ ഉണ്ടല്ലോ, പിന്നെന്താ. പിന്നെ അവരും അത്ര വലിയ ആൾക്കാരൊന്നുമല്ല. നമ്മളെ ഹോബി അമ്മയും ചേച്ചിയല്ലേ, എനിക്കറിയാം അവരെ. അത്ര ഒന്നുമില്ല. പറഞ്ഞു നിന്ന് സമയം കളയണ്ട, ഇറങ്ങിക്കോ ഇപ്പോഴും. ശരിയല്ല, ഇവിടെ ഉള്ളവർക്ക് ആർക്കും നമ്മൾ പറയുന്നൊന്നും ഇഷ്ടപ്പെടത്തില്ല. അവർ വിചാരിക്കുമ്പോൾ തന്നെ നമ്മൾ സംസാരിക്കണം, അല്ല അവരെ നല്ല വഴക്ക് പറയും. ഇപ്പൊ കണ്ടില്ലേ, കണ്ടിട്ടുണ്ട് സംസാരിക്കൊന്നുമില്ല, ഞാൻ നോക്കുന്നില്ല. ആവശ്യമില്ലാതെ എന്തിനവരൊന്നും പറയാൻ പോയി കാത്തു. അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ആളെ നോക്കാനായിട്ട് വന്നിട്ട് ഇപ്പൊ കഴിച്ചൊന്നും പോലും അറിയാൻ പറ്റുന്നില്ല. ഞാൻ ഉണ്ടാക്കിക്കൊന്നും കഴിക്കുന്നില്ല. നീന്നും എന്തെങ്കിലും കഴിക്കുക. പാവം, ഇപ്പോഴും ഞാൻ എന്ത് കഴിച്ചെന്നാ, അല്ലെങ്കിൽ അവൾ എന്ത് ചെയ്തിട്ടാ ഞാനിങ്ങനെ പറയാം. അവളറിയണം, അവളടുത്തെല്ലാം പറയണം. കാത്തു, കാത്തു, നീ എവിടെയാണെങ്കിൽ എനിക്ക് വിശക്കുന്ന എന്തെങ്കിലും താ. നീ കേട്ടില്ലേ? എനിക്ക് വിശക്കുന്നു, എന്തെങ്കിലും കഴിക്കാൻ എടുക്കാം. എന്തിന്? നീ അറിയാതെ പറഞ്ഞില്ലേ? പിന്നെ ഇവിടെയുള്ള എല്ലാ ആൾക്കാരും ഒരുപോലെ അല്ല കേട്ടോ. ഓഹോ, അപ്പൊ തനിക്ക് ഒളിഞ്ഞു കേൾക്കാല്ലേ, ഞാൻ ഒളിഞ്ഞു കേട്ടാലേ കുഴപ്പമില്ലല്ലേ? അത് പിന്നെ ഞാൻ അതിന് പോയി കേട്ടതാ. അതുമല്ല, ഇതെന്റെ വീടല്ലേ, അപ്പൊ കുഴപ്പമില്ല. തന്റെ വീടാന്ന് പറഞ്ഞിട്ട് ഒളിഞ്ഞു കേട്ടുകഴിഞ്ഞാൽ അത് ഒളിഞ്ഞു കേൾക്കുന്നതന്നെ, അത് തെറ്റിയല്ലേ, കേട്ടോ. ഓഹോ, അപ്പൊ എന്റെ ഈ കാത്തുമോളെ ചെയ്തപ്പോ എന്താ തെറ്റാവാത്ത? അത് പിന്നെ എന്ത് കാത്തുമോളെന്ന്? എന്താ ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു. ഞാൻ ഫുഡ് എടുത്തിട്ട് വരാം. കാത്തു, ഞാൻ കാര്യം ചോദിക്കട്ടെ? ചോദിച്ചു. ഹോബി മമ്മി ക്രിസ്ത്യൻ, ജുൻജിയും ക്രിസ്ത്യൻ. അപ്പോ ഹോബി മമ്മിയുടെ ചേട്ടനും ക്രിസ്ത്യനാ. അപ്പോ നീ എന്താ ഹിന്ദു ആയ? അപ്പൊ എന്നെ പറ്റി ഒന്നും അറിയത്തില്ലല്ലേ? അത് എൻ്റെ അമ്മ ലക്ഷ്മി, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ലവ് മാരേജ് ആയിരുന്നു. അങ്ങനെ ഞാൻ കാർത്തികയായ. അമ്മ തന്നെയാണ് എനിക്ക് കാർത്തികേൻ്റെ പേരിട്ടത്. അച്ഛൻ എപ്പോഴും പറയും അമ്മയെപ്പോലെ ഞാൻ കാണാനെന്നും. ഓ, അപ്പോ
ഇപ്പോൾ അമ്മയും അച്ഛനും മാത്രമേ നാട്ടിലുള്ളൂ? അപ്പം എന്നെപ്പറ്റി ഒന്നും അറിയത്തില്ലല്ലേ? എനിക്ക് അമ്മയില്ല ഇപ്പോൾ. അമ്മ എനിക്ക് 3 വയസ്സായപ്പോൾ മരിച്ചുപോയി. അച്ഛനെ പിന്നെ നോക്കിയതൊക്കെ. എൻ്റെ അച്ഛനെ അമ്മ പോയാലും ഒരുപാട് വിഷമമുണ്ട്, പക്ഷേ അതൊന്നും പുറത്ത് കാണിക്കത്തില്ല. എപ്പോഴും എന്നെ ചിരിച്ചെന്നെ കാണിക്കും. അച്ഛനെ കഷ്ടപ്പെട്ട് വളർത്തി ഞാൻ ഡോക്ടറുമായി. എനിക്കറിയത്തില്ലായിരുന്നു. അതിനൊന്നും കുഴപ്പമില്ല, അറിയാതെയല്ലേ. ഇനിയിപ്പോൾ ചോദിക്കത്തില്ലല്ലോ. അപ്പം നീ ഡോക്ടറായിട്ട് എങ്ങനെയാ അന്ന് എനിക്ക് വയ്യാതായപ്പോൾ വേറെ ഡോക്ടറിനെ വിളിച്ച്? അതിന് ഞാൻ പട്ടിമ്പൂച്ചൊന്നുമല്ലല്ലോ. എന്താ? കാണാനൊരു മുയലിനെ പോലെയാണെന്ന് പറഞ്ഞാലും അത് ശരിക്കും മുയലൊന്നും അല്ലല്ലോ. പിന്നെ ഞാൻ എങ്ങനെയാ പരിശോധിക്കാം? എന്താ നീ പറയണേ? മുയലോ? അപ്പം നീ ഡോക്ടറല്ലേ? ഡോക്ടറില്ല, മൃഗ ഡോക്ടറാണെന്നേ ഉള്ളൂ. അതുകൊണ്ടല്ലേടാ പൊട്ട ഞാനിവിടെ തന്നെ നോക്കാൻ വേണ്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാനിവിടെ വന്നിരിക്കോ? മൃഗ ഡോക്ടറാണല്ലേ? അല്ല, അവിടെ പൂച്ചപ്പട്ടിയൊന്നുമില്ലേ നോയിക്കൊണ്ടിരിക്കുക? അതിന് ഞാനിവിടെ തന്നെ നോക്കാൻ വന്നതല്ലല്ലോ. ഞാനിവിടെ ചേച്ചി പ്രഗ്നൻ്റ് ആണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അച്ഛൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ വന്നത്. അല്ലാതെ തന്നെ നോക്കാനല്ല ഞാൻ ഇവിടെ വന്നത്. ഇവിടെ വന്നിട്ട് അറിഞ്ഞ കുക്കി എന്ന് പറയുന്ന ഒരാളെ നോക്കണം, ഇങ്ങനെ ഒരാളെ വെടി കൊണ്ട് കിടക്കുക, അപ്പോൾ നോക്കണമെന്നൊക്കെ ഞാൻ അറിഞ്ഞത് കേട്ടോ. അപ്പം അങ്ങനെ വന്നതാണ്. അല്ല, നിനക്കിപ്പോൾ ഒന്നും അറിയണ്ടേ? എന്തറിയണ്ടേന്ന്? അല്ല, ഇപ്പോൾ ജിയ ആരാണെന്നൊന്നും അറിയണ്ടേ? എന്താ, ഞാൻ ദേഷ്യപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണോ? ഞാൻ ദേഷ്യപ്പെടുത്തില്ല. ഞാൻ ആരാണെന്നും ജിയ ആരാണെന്നും എല്ലാം നീ അറിയണം കേട്ടോ. അതെന്തിനാ നീ അറിയുന്നതെന്നാണ് അതെല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ നിൻ്റെ അടുത്ത് പറയാം കേട്ടോ. ഈ ഇവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് മുകളിലേക്ക് വാ കേട്ടോ. അതൊക്കെ ഉണ്ട്, നീ വാ കേട്ടോ. ഹലോ മിസ്സേ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ലെങ്ത് കൂട്ടിയിട്ടുണ്ട്. പിന്നെ അടുത്ത എപ്പിസോഡ് എപ്പോഴും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ടൈം കിട്ടുമ്പോൾ പെട്ടെന്ന് ഇടും, അല്ലെങ്കിൽ താമസിച്ചിട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ പറയണം, സപ്പോർട്ട് ചെയ്യണം. അത്രയേ ഉള്ളൂ. ടാറ്റാ.